കാണാപ്പുറത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഒരാഴ്ച മുമ്പ് ഞങ്ങൾ വയനാട് ജില്ലയിൽ മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വെള്ളക്കെട്ട് കോളനിയിലെ ആദിവാസി വിഭാഗങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള വേദനാജനകമായ ഒരു വീഡിയോ ചെയ്തിരുന്നു. അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളുടെ അഭാവമുണ്ട് എന്നറിഞ്ഞപ്പോൾ അതിന്റെ സത്യാവസ്ഥ അറിയാനായിരുന്നു കാണാപ്പുറം കാട്ടിനുള്ളിലെ കോളനിയിൽ എത്തിച്ചേർന്നത്. വെള്ളക്കെട്ട് കോളനിയിലെ ആളുകളുടെ കഷ്ടപ്പാടിന്റെ ആ വീഡിയോ കാണാത്തവർക്കായി കമന്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഉന്നത അധികാരികളിൽ എത്തുന്നതുവരെ പരമാവധി ഷെയർ ചെയ്യണമെന്ന് കാണാപ്പുറം നിങ്ങളോട് അപേക്ഷിക്കുന്നു. അങ്ങനെയെങ്കിലും ആരെങ്കിലും സഹായിച്ച് അവരുടെ ജീവിത നിലവാരത്തിൽ മാറ്റം വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്നാൽ ആ യാത്രയിലാണ് ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ പ്രാഥമികമായ സൗകര്യങ്ങൾ പോലും ഈ കോളനിയിൽ ഇല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഈ വീഡിയോ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യസ്നേഹികളായ ഒരുപാട് പേർ ഞങ്ങളുമായി ബന്ധപ്പെടുകയും ഇവർക്ക് സഹായം നൽകാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ തുടക്കം എന്ന നിലയിൽ കോഴിക്കോട് KSRTC ഡിപ്പോയിലെ ഫ്രീ ഡ്രൈവേഴ്സ് എന്ന സ്വതന്ത്ര കൂട്ടായ്മ സംഘടിപ്പിച്ച ബാഗ്, നോട്ട് പുസ്തകങ്ങൾ, ഇൻസ്ട്രുമെന്റ് ബോക്സ്, പേന, പെൻസിൽ, റെയിൻകോട്ട്, വസ്ത്രങ്ങൾ, പലഹാരങ്ങൾ, മിഠായി എന്നിവ നൽകാൻ തീരുമാനമായി. ഈ സത്പ്രവൃത്തിയിൽ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആളുകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് ഞങ്ങളുടെ സന്തോഷം ഇരട്ടിയാക്കുന്നു. ഈ ഉദ്യമത്തിനായി ഞങ്ങൾ 2026 ജൂലൈ 25 ശനിയാഴ്ച രാവിലെ 6:30 മണിയോടെ കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് പുറപ്പെട്ടു. കാണാപ്പുരത്തിനോടൊപ്പം ഈ യാത്രയിൽ കോഴിക്കോട് ഫ്രീ ഡ്രൈവേഴ്സ് അംഗങ്ങളായ സുരേഷ് ചാലിൽപുറായിൽ, രാജേഷ് പന്തയിൽ, KP ഷൈജു, GK പ്രശാന്ത്, OP രഞ്ജിത്ത്, MM അഭിജിത്ത്, ഷൈജു C എന്നിവരെ കൂടാതെ 2 കുട്ടികളുമുണ്ടായിരുന്നു. അവിടുത്തെ കുട്ടികളുടെ ജീവിത രീതികൾ കണ്ടു മനസ്സിലാക്കാനാണ് ഞങ്ങൾ കുട്ടികളെ ഈ കോളനിയിലേക്ക് കൊണ്ടുവന്നത് എന്ന് രക്ഷിതാക്കളായ രഞ്ജിത്തും അഭിജിത്തും കാണാപ്പുറത്തിനോട് പറഞ്ഞു. വെള്ളക്കെട്ട് കോളനിയിലേക്കുള്ള ചെങ്കുത്തായ മല കയറുന്നതിനിടയിൽ ഞങ്ങളുടെ ക്യാമറാമാന് ശാരീരികമായി അസ്വസ്ഥത അനുഭവപ്പെടുകയും ഈ കാരണത്താൽ തന്നെ യാത്ര അരമണിക്കൂറോളം വൈകുകയും ചെയ്തു.
ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾ നമുക്കിടയിലുണ്ട് എന്നുള്ളത് കാണിച്ചു തരാൻ നിങ്ങളൊരു വഴികാട്ടിയായി എന്നുള്ളതിന് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മളിവിടെ വന്ന് കണ്ട അവരെ ബുദ്ധിമുട്ട്, ഇത്രയും ദൂരം ഒന്നും മലയും ചവിട്ടി നമ്മളൊരു 10 ബുക്ക് ഇവിടെ എത്താൻ നമ്മൾ വളരെ സാഹസപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിത്യ ജീവിതത്തിൽ ഇവര് ദിവസം താഴെ ഇറങ്ങി റേഷൻ കടയിൽ നിന്ന് അരിയൊക്കെ വാങ്ങി ഇവിടെ എത്തുന്ന ഇവരെ നടന്നു വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായ ഒരു വഴിയോരങ്ങളാണ്. അത് ഒരാൾക്ക് മാറി നിന്ന് കൊടുക്കാൻ പോലും വഴിയില്ലാത്തൊരു സ്ഥലത്തൂടെയാണ് ഇവർ നടന്ന് ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പൊ ഇവരെ കുടുംബത്തിൽ ചെറിയ മക്കള് 1 വയസ്സ് മുതൽ മേലോട്ടുള്ള മക്കള് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ ഇവർക്ക് ദിവസം സ്കൂളിൽ പോയി പഠിച്ച് ഇവിടെ എത്താൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് നിങ്ങളൊരു വീഡിയോ സമൂഹത്തിനിടയ്ക്ക് വന്നതിൽ കണ്ടിട്ടാണ് ഫ്രീ ഡ്രൈവേഴ്സ് എന്ന കോഴിക്കോട് ഇല്ലായ്മയിലും വല്ലായ്മയിലും പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ്സുള്ള കോഴിക്കോട് KSRTC ജീവനക്കാരുടെ ഇടയിൽ നിന്ന് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ഇനി ഇത് കണ്ടിട്ടെങ്കിലും നമ്മുടെ സർക്കാരുകൾ ഇവർക്ക് വേണ്ട നല്ല കാര്യങ്ങൾ, ആനുകൂല്യങ്ങൾ ഇവിടെ വന്ന് സ്ഥലം സന്ദർശിച്ച് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മുന്നോട്ട് വരണം എന്നാണ് നമ്മുടെ അഭിപ്രായം. അതെ. ഷൈജേട്ടാ, എന്താണ് ഇവിടേക്ക് കേറിയിട്ടുള്ള അനുഭവങ്ങൾ? നല്ല അനുഭവമാണ്. ഇത് കാണാപ്പുറങ്ങൾ കാണിച്ചു തരാൻ നിങ്ങളെപ്പോലുള്ളവർ സഹായിച്ചതിന് ഞങ്ങളെ എത്തിപ്പെടാൻ ദൈവം അനുഗ്രഹിച്ചതിനും പ്രത്യേകം നന്ദി. പിന്നെ ഇതുപോലത്തുള്ള കോളനികളിൽ ഇതുപോലെ ഈ ഉന്നതികളിലേക്ക് എത്തിപ്പെട്ട് സഹായം എത്തിച്ചു കൊടുക്കാൻ നമുക്കൊരു അവസരം ഒരുക്കി തന്നതിനും ഇവർക്ക് ഇതുപോലത്തെ ഈ ഇനിയും പല നമ്മുടെ ഈ ഇതെല്ലാം പുറത്ത് അറിഞ്ഞിട്ട് എല്ലാവരും ഇവിടേക്ക് ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരമാണ്. ഇന്നിപ്പോ നമുക്ക് പരിമിതമായ സാധനങ്ങളെ കൊടുക്കാൻ, ബുക്ക്, ബാഗ് അങ്ങനത്തെ കുട്ടികൾക്കുള്ള സാധനങ്ങളെ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. നിങ്ങളുടെ അഭിപ്രായത്തിൽ സർക്കാർ അല്ലാതെ വലിയ വീടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സർക്കാരിന്റെ സ്ഥാനത്ത് ഫണ്ട് ഇഷ്ടംപോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്, പക്ഷെ അവര് അത് എത്തിപ്പെടുന്നില്ല. അത് എത്തിപ്പെടാൻ സർക്കാരിലേക്ക് സർക്കാരിന്റെ കണ്ണ് തുറക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ ഉചിതമാകട്ടെ എന്നുകൂടിയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രശാന്തേട്ടന്റെ ഒരു അനുഭവം എന്തായി വെള്ളക്കെട്ട് കോളനിയിലേക്ക് കയറിയിട്ടുള്ള കിടപ്പൊന്ന് മാറിയിട്ട് പറഞ്ഞാൽ കിടപ്പൊന്നുമില്ല, നല്ലൊരു അനുഭവമായി. ഇതേപോലെ ഒന്ന് വരാൻ പറ്റിയാലും ഇവരൊക്കെ കാണാൻ പറ്റിയാലും നല്ലൊരു സന്തോഷം. അപ്പൊ ഇതാണ് നമ്മളെ കോളനിയിലുള്ള കുറെ ആൾക്കാർ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു വീടിന്റെ മുറ്റത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ബാക്കി ഒരുപാട് വീടുകൾ ഇവിടുന്ന് ഉള്ളോട്ടായതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ശശിയേട്ടാ, എനിക്ക് ഇവിടെ വന്നപ്പോൾ വളരെ ഇവിടെ ഈ ദയനീയ സ്ഥിതി കണ്ടപ്പോൾ വളരെ സത്യം പറയാച്ചാൽ സങ്കടം തോന്നി. എന്താ വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കുന്ന ഈ വിഭാഗത്തിൽ നമ്മളെ ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് നമുക്കൊരു ചെറിയൊരു കാര്യം മാത്രമേ ഇവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇനിയും സമനസ്സുകളുടെ സഹായത്താൽ ഗവൺമെൻറ് ഏറ്റെടുത്ത് ഇവർക്ക് നല്ലൊരു ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് KSRTCന്റെ എല്ലാ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത്രയും കാര്യം ചെയ്തത്. അഭിജിത്തേട്ടന്റെ മോനാണ്. അഭിജിത്തേട്ടൻ മോനെ കൂട്ടാൻ കാരണം ഇങ്ങനെ ഇതുപോലെ വലിയ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെയും സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന് ഇവനൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. സഹായങ്ങൾ അവരെ കൂട്ടത്തിലും സമൂഹത്തിന് വേണ്ട നല്ല 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 ആൾക്കാർ, ഡോക്ടർമാരായിട്ടും എഞ്ചിനീയർമാരായിട്ടും വളർന്നു വരേണ്ട ചെറിയ മക്കളാണ്. അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റും ഇതൊക്കെ നമ്മളെ സമൂഹം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അപരാധമാണ്. അപ്പൊ അതിൽ നിന്നുകൊണ്ട് ഈ ചെറിയ മക്കൾക്ക് പഠിക്കാനുള്ള എല്ലാ സഹായങ്ങളും അതിനുവേണ്ടി പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതോ അങ്ങനെ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് വലിയൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം.
വളരെ ചെറിയ തോതിൽ ആണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നും ആ സഹായം ഏറ്റുവാങ്ങിയ വെള്ളക്കെട്ട് കോളനിയിലെ പ്രിയപ്പെട്ടവരുടെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങളുടെയും കണ്ണും മനസ്സും സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. ഇതാണ് രേഷ്മ. നമ്മളന്ന് നമ്മളെ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇവളന്ന് എവിടെയോ പോയി ക്ഷീണിച്ച് ഇങ്ങനെ അവസ്ഥയായി വരുന്നൊരു രംഗം നമ്മളന്ന് നമ്മളെ വീഡിയോയിൽ കാണിച്ചിരുന്നു. രേഷ്മ ആയുർവേദ നഴ്സിംഗ്. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോ കൽപ്പറ്റ കൈനാട്ടി ഹോസ്പിറ്റലില് ചെറിയൊരു ഇത് വന്നപ്പോ അപേക്ഷ വന്നപ്പോ ഞാൻ നമ്മളെ അറിയിക്കാൻ നോക്കുമ്പോ നമ്മളെ ആയുർവേദ നഴ്സിംഗ് അല്ലേ കഴിഞ്ഞ എവിടുന്നായിരുന്നു? മീനങ്ങാടിന്ന്. അപ്പൊ പാസ്സായതല്ലേ? അപ്പൊ ഇനിയിപ്പോ ജോലിക്ക് എവിടെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ? എവിടെ കൊടുത്തിട്ടുണ്ട് അപേക്ഷ? അപ്പോ രേഷ്മ ഈ കോളനിയിൽ ഒരാളാണ്. ഇവള് വിദ്യാഭ്യാസം ആയുർവേദ നഴ്സിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അവൾക്കൊരു ജോലി കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ഒരു സന്തോഷമായി. ഇവർക്ക് എല്ലാവർക്കും മൊത്തത്തിൽ ഒരു അഭിമാനിക്കാനുള്ള ഒരു കാര്യം. ഒരാൾ എന്തെങ്കിലും ജോലി, ആർക്കെങ്കിലും ജോലി ഉണ്ടോ അവിടെ? ആർക്കും ഇല്ല. ഈ കോളനിയിൽ ഒരാൾക്കും ജോലി ഇല്ല. അപ്പൊ രേഷ്മയ്ക്ക് ഒരു ജോലി കിട്ടാൻ ഞങ്ങളും പ്രയത്നിക്കും. അതുപോലെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും അങ്ങനെ ഒരു താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അറിയിക്കുക അല്ലെ? പോകില്ലേ? എങ്ങനെ ജോലി കിട്ടിയാ പോവാൻ നിൽക്കല്ലേ? ശരി. അപ്പൊ പേര് അമൽ. ഓന് +1 കഴിഞ്ഞ് +2 വരെ പോയില്ല. അതൊക്കെ പഠിത്തമൊക്കെ നിർത്തി. ഇവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പം ഫാമിലൊക്കെ ജോലിക്ക് പോവാണ്. ഒരാഴ്ചയായിട്ട് പണിയില്ല എന്നാണ് പറഞ്ഞത്. അമലല്ലേ? അതന്നെ. അല്ലെങ്കിൽ തന്നെ ഞാൻ സാർമാർ ഇവിടെ വന്ന് പീഡിയത്തിൽ പോയതിന് തന്നെ ഇപ്പൊ പരാതിയാ. ആർക്ക്? ഞങ്ങൾ വന്നേനോ? ഇവിടെ വന്ന് ആരാ കൂട്ടിക്കൊണ്ട് വന്നത്, ആരാണ് വിളിച്ചത്, ഇവരെന്തിനാ നിങ്ങളെ അതിർത്തിൽ അറിയിക്കണേ, ഇതൊക്കെയാണ് ഇപ്പൊ പരാതി. ഇപ്പൊ ഞങ്ങള് കാണുമ്പോഴത്തേന് ഞങ്ങൾ ഇവിടുത്തെ പ്രൊമോട്ടറൊക്കെ മോന്തതാ കൽപ്പ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ. എന്തിനാണ് അവർ അറിയിച്ചത്, എന്തിനാണ് അവർ വന്നത്, ആരെ കൂട്ടിക്കൊണ്ട് വന്നത്, ഇതൊക്കെയാണ് ഇപ്പൊ പരാതി. ഇപ്പോഴത്തെ പരാതി അതൊക്കെയാണ്. അപ്പോ ഞങ്ങൾ ഈ വെള്ളക്കെട്ട് കോളനിയുടെ ദുരവസ്ഥ പുറത്ത് അറിയിച്ചതാണ്. ഇപ്പം അതിന്റെ പരാതിയാണ് ഇപ്പൊ ഇവർക്ക് കേൾക്കാനുള്ളത് എന്നാണ് പറയുന്നത്. സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകളാണ് ഇവരെ ഈ ദുരവസ്ഥ. KSRTCയിലെ നമ്മളൊരു സഹപ്രവർത്തകൻ ശശി, NP ശശി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ യാത്രാ മധ്യയാണ് ഇതുപോലുള്ള ഒരു പാവപ്പെട്ട ഉന്നതിയിൽ എത്തിപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ കാണാൻ വന്നതും ഞങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് കിട്ടേണ്ട ഞങ്ങൾ മനസ്സ് സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളെ കുറ്റം പറയാനും നിങ്ങളോട് ചീത്ത പറയാനും നിങ്ങൾക്ക് അവകാശപ്പെട്ടത് വാങ്ങിത്തരാനാണ് പ്രൊമോട്ടർമാരുള്ളത്. അല്ല, പ്രൊമോട്ടർമാർ ഇത് പാവപ്പെട്ട ആദിവാസികളെ ചീത്ത പറയാനുള്ള ആളുകളല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം. ഞങ്ങളിവിടെ വന്നത് ഞങ്ങൾ ഈ സമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തനം നിങ്ങളെ ഈ വേദനാജനകമായ കാര്യം പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ കാണിച്ചു. ഞങ്ങൾ ഇത് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് നിങ്ങളെ ഇവിടെയുള്ള ഈ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നടത്താനുള്ള ഞങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകം, ബാഗും മറ്റുള്ള റെയിൻകോട്ട് മുതലായ സാധനങ്ങൾ നൽകുക മാത്രം ചെയ്തത്. ഇതിലൊരു കക്ഷി രാഷ്ട്രീയമില്ല. ഇതിലെല്ലാവരും പല രാഷ്ട്രീയക്കാരാണ്. ഇതിൽ ജാതി മതമില്ല. ഇത് ഞങ്ങളെ കൂടപ്പിറപ്പുകളാണ്. നിങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. ഞങ്ങൾ പാവപ്പെട്ട KSRTCക്കാരാണ്. ഞങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ നിങ്ങൾക്ക് ചെയ്യാന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ ഒന്നും ചിത്രീകരിക്കാനും അല്ലെങ്കിൽ ക്രോഡീകരിക്കാനും ഞങ്ങൾ ആളുകളല്ല. ഞങ്ങൾ സമൂഹത്തിന്റെ പണം വാങ്ങുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങളെ പോലുള്ള പാവങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടുന്നതിന്റെ ഒരു ഞങ്ങൾക്ക് മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇത് രാഷ്ട്രീയപരമായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഞങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗമായുള്ള ആളുകളാണ്. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളൊക്കെ പോലുള്ള ആളുകളെ സഹായിക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഒരു ഉന്മേഷമുണ്ട്. ഞങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾക്ക് ഒരു പരിധി വരെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഊർജ്ജം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളോട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു തരും. പക്ഷെ ഈ വീഡിയോ ഇവിടെ പ്രചരിച്ചപ്പോ എന്തിനു നിങ്ങളെ കഷ്ടപ്പാട് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു എന്നതിന്റെ പേരിൽ ഇവരെ വീണ്ടും വഴക്ക് പറയുന്ന ഒരു ടീം ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു. അങ്ങനെയുള്ളവർക്ക് സമൂഹത്തിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. തുല്യ അവകാശത്തിൽ അവരെ വീട്ടിലെ കുട്ടികളെ പോലെ തന്നെ ഇവരെ കുട്ടികളും ജീവിക്കണം എന്നാണ്. ഞങ്ങളെ വീട്ടിലുള്ള കുട്ടികളെ പോലെ ഇവിടുത്തെ കുട്ടികൾ സ്കൂളിൽ പോകണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അതുകൊണ്ട് ഇനിയും ഞങ്ങളെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ ഇനിയും ചെയ്യും. അതിന് ആരെന്ത് പറഞ്ഞിട്ടും കാര്യമല്ല. സമൂഹത്തിൽ ഞങ്ങളെ പോലെ തന്നെയാണ് കാണുന്നത്. പ്രിയരെ, ഇനിയും ആർക്കെങ്കിലും ഇവരെ സഹായിക്കാൻ തോന്നുന്നുവെങ്കിൽ നേരിട്ട് പോവുകയോ അല്ലെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുകയോ ചെയ്യാം. ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വെള്ളക്കെട്ട് കോളനിയിൽ വന്നപ്പോൾ നമ്മളെ ഫ്രീ ഡ്രൈവേഴ്സിന്റെ സഹായങ്ങൾ വാങ്ങാൻ വന്ന കുട്ടികളും കുറെ ആൾക്കാരൊക്കെ പുസ്തകമൊക്കെ മേടിച്ചിട്ട് അവർ പോയി. പലരും പല സ്ഥലത്തൊക്കെ പോകാനുള്ളതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരാണിത്. എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഞങ്ങൾ അതിനേക്കാളും വലിയ സന്തോഷത്തിലാണ്. കാരണം ഇങ്ങനെ ഒരു ചെറിയതായാലും ഞങ്ങളെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു സഹായം ചെയ്തിട്ട് ഇവരെ ആ ചിരിക്കുന്ന ഒരു മുഖം കാണാൻ പറ്റിയത് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. അല്ലേ സുരേഷ് ചേട്ടാ? എല്ലാവരും ഒരു ഹായ് പറയും.